മഴ തോരുമ്പം വീട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രന് വലിയൊരു വടിയായിട്ട് അലീന ചെല്ലുന്നു ബാലചന്ദ്രൻ്റെ അടുത്തേക്ക്. ഇതാണോ സാറേ എന്ന് വെച്ചപ്പോൾ ഇതല്ല, ഇത് പാമ്പിനടിക്കാനാണ്, എന്നാൽ ഇത് മതി തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനെ മേടിക്കുന്നു. അത് മേടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ അടിച്ചിട്ട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മുറിയിലേക്ക് ആവശ്യമില്ലാണ്ട് ആര് കയറി വന്നാലും ഇതായിരിക്കും മറുപടി പറയുന്നത്, ഏത് വിഷജന്തുക്കളായാലും ശരി. അവന് സാറിൻ്റെ മുറിയിലേക്ക് പുലികളൊക്കെ വരാറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമോ എന്ന് അലീന കളിയാക്കി ചോദിക്കും. അപ്പോൾ പറയും ചില കടലാസ് പുലികൾ വരും എന്നും പറയുന്നുണ്ട്. വടി കണ്ടോടുകൂടി ബബിത വേഗം സ്ഥലം വിടും, തനിക്കെങ്ങാനും കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വൈജയന്തിയുടെ മുന്നിൽ നിന്നിട്ട് വടി ഒന്നും ഇങ്ങനെ ആട്ടുമ്പോൾ ആകെ പേടിക്കുന്നുണ്ട്. അതിനുശേഷം അലീനയോട് പറയുന്നുണ്ട്, ഇനി എൻ്റെ മുറിയിലേക്ക് ചൂടുള്ള ഭക്ഷണമായിട്ട് വരണം, ആരായാലും ആര് വന്നാലും ശരി തന്നെ. നീ നല്ല ചൂടുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തയക്കാൻ പാടുള്ളൂ. ഇനി നീനെ കൊണ്ടുവരുന്നത് ചൂടാറിയ ഭക്ഷണം ഉണ്ടെങ്കിൽ നിനക്കും കിട്ടും ഇതുകൊണ്ട് അടിയെന്ന് പറയും. എന്നെ തല്ലിക്കോ സാറേ, എനിക്കൊന്നും ഒരച്ഛൻ്റെ അടി കിട്ടിയിട്ടില്ല എന്ന് പറയും. ആണോ, എന്നാൽ പോയി നീ മസാല ദോശ ഉണ്ടാക്കുമെന്ന് പറയും. എന്നിട്ട് വൈജയന്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുമ്പോൾ പിന്നെ നോക്കിയപ്പോൾ വൈജയന്തി നിൽക്കുന്ന സ്ഥലത്ത് ഒന്നുമില്ല, ആളില്ല. നേരെ വേഗം റൂമിൽ കയറി വാതിലടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എങ്ങനെ ഒന്ന് തന്നാൽ പോയി എന്നറിയാം. പിന്നീട് ബാലചന്ദ്രൻ മുകളിലേക്ക് കയറി പോകും. പിന്നെ കാണിക്കുന്നത് ബബി അമ്മയുടെ റൂമിലേക്ക് വരുമ്പോൾ അമ്മമാരോടോ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു. നോക്കിയപ്പോൾ ഫോണിലാണ്, എനിക്ക് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ശിവേട്ട, ഞാൻ ബാലചന്ദ്രൻ സിറ്റൗട്ടിൽ വന്ന് കൈ കാണിച്ച് വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയവളല്ല. അച്ഛനും ആങ്ങളമാരും അമ്മയും ഒക്കെ ചേർന്ന് കഴിഞ്ഞിട്ട് നല്ല അന്തസ്സായിട്ട് എന്നെ ബാലചന്ദ്രൻ്റെ കൂടെ പറഞ്ഞയച്ചതാണ്. ആ മര്യാദയ്ക്ക് ഞാൻ അന്നേ പറഞ്ഞതല്ലേ കല്യാണം കഴിക്കാണ്ട് ഞാൻ ആ കുടുംബത്തിൽ നിന്നോളാം അന്ന് നിങ്ങളെല്ലാവരും കൂടി എന്നെ ബാലചന്ദ്രൻ്റെ തലയിൽ കെട്ടി വെച്ചതാണ്. ഇന്നിപ്പോൾ പാമ്പിനെ അടിക്കുന്ന ഒരു പത്തലായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. നാളെ തന്നെ അതുകൊണ്ട് തല്ലിക്കൂടാന്നില്ലല്ലോ, അതുകൊണ്ട് അലീന ഉള്ളിടത്തോളം ഞാൻ ഇവിടെ നിൽക്കില്ല. അപ്പോൾ നമ്മുടെ ശിവേട്ടൻ പറഞ്ഞ് പരമാവധി സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട്, നീ ഒന്ന് അടങ്ങും, അവൻ വയ്യാണ്ടിരിക്കല്ലേ, അവൻ അസുഖമല്ലേ, അവനത് മാറട്ടെ, എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം. ഇനി ഒന്നും ചെയ്യാനില്ല, ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മുറി മാറി, അതെന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പം മുകളിലൊരു കോണിമ്പല് വെച്ചേക്കണ്, എന്നിട്ട് വിളിക്കുമ്പോൾ അവൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലും. അത് നല്ലതല്ല, അയാൾ അവിടെ കിടന്ന് തൊണ്ട കാരണേക്കാൾ നല്ലതല്ലേ കോണിമ്പല്. അതെനിക്ക് അത്ര നല്ലതായിട്ട് തോന്നണില്ല. ഞാൻ ചോദിക്കാനും പറയാൻ ആളില്ലാത്ത ആളല്ല. 3 സഹോദരന്മാരുണ്ട്, നിങ്ങൾ ആരെന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് എൻ്റെ ജീവിതം മര്യാദയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, അല്ലാതെ ഞാൻ ഇനി ഇവിടേക്ക് വരില്ല, ഞാൻ എൻ്റെ കുടുംബത്തേക്ക് പോകണമെന്ന് പറയുന്നത്. അതിനുശേഷം എല്ലാ സാധനങ്ങളും പെട്ടിയിലാക്കി 2 ട്രോളിയും കൊണ്ട് കഴിഞ്ഞ് പോകണം. അപ്പോൾ ബബിത പിന്നാലെ ചെല്ലുന്നുണ്ട്, അമ്മ എവിടേക്കിന് പോകുന്നതിലും പറഞ്ഞിട്ട് പോ, അമ്മ പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് കരഞ്ഞ് പിന്നാലെ ചെല്ലുന്നുണ്ട്. അമ്മ പോയാൽ ഇവിടെ ആകെ പ്രശ്നമാകുള്ളൂ എന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഞാനും അവളും കൂടി ഈ വീട്ടിൽ ഒന്നിച്ച് വാഴില്ല, ഒന്നല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, ഇതെൻ്റെ തീരുമാനമാണ് പെണ്ണേന്ന് പറയും. നീ മര്യാദയ്ക്ക് ഇവിടെ നടങ്ങി ഒതുങ്ങി പൊക്കോളാൻ പറയും. ശരി എന്നാൽ എന്തെങ്കിലും ആവട്ടെ, അമ്മ എന്നെ പറഞ്ഞിട്ട് പോകുമെന്ന് പറയും. ഇല്ല, ഒന്നും ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞ് വൈജയന്തി കാറിൽ കയറി പോകും. പിന്നീട് ബാലേന്ദ്രൻ ഷേവൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് ബബിത വന്നിട്ട് അച്ഛാന്ന് വിളിക്കും, എന്താണെന്ന് ചോദിക്കും. അമ്മ പോയി, അപ്പോൾ കോട്ടെ നല്ല കാര്യമല്ലേ എന്ന് പറയും. അമ്മ ട്രോളിയൊക്കെ ആയിട്ടാണ് പോയത്, അമ്മയുടെ ഡ്രസ്സും മറ്റുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോയി. ഡ്രസ്സൊക്കെ കൊണ്ടുപോയിക്കോട്ടെ, അതുകൂടെ ഇട്ടാൽ നിനക്ക് പാകാവുമോ എന്ന് ചോദിക്കും. അതോ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയും. അലീന ചേച്ചിനെ പറഞ്ഞയക്കാതെ അമ്മ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും വരണ്ടെന്ന് പറയും. അച്ഛാ, നിങ്ങൾ ആരെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കുക, ഈ വഴക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയെന്ന് ദയനീയമായിട്ട് ബബിത പറയും. അപ്പോൾ അയാളൊന്ന് തണുക്കും. അപ്പോൾ അയാൾ പറയും, ഇല്ല മോളെ, ഇനി അതുണ്ടാവില്ല, ഞാൻ കുടുംബം ആലോചിച്ചിട്ട് 22 വർഷം ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിട്ടുണ്ട്, ഇനി എനിക്ക് പറ്റില്ല, ഇനി അമ്മനോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ, ഞാൻ ഭരിക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതോടെ ബബിത അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ബാലേന്ദ്രൻ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അവിടെ. അതിനുശേഷം അലീന ചായ ആയിട്ട് വരുമ്പോൾ അമ്മ പോയി എന്ന് പറയും. മേഡം കൂടെ പോയി, അമ്മ ഡ്രസ്സൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോയി, നീ വീട്ടിൽ നിന്ന് പോകാതെ അമ്മ അമ്മ ഇനി തിരിച്ചു വരില്ല എന്ന് പറയും. നീ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് അല്ലാണ്ട് പോകണില്ലല്ലോ എന്ന് പറയും. ഞാൻ പോയി എല്ലാ പ്രശ്നങ്ങളും തീരുമോ, ഞാൻ എന്നെ പറഞ്ഞയക്കാൻ നിങ്ങളുടെ അച്ഛനോട് ചെന്ന് പറയാമെന്ന് പറയും. അച്ഛൻ പറഞ്ഞയക്കില്ലല്ലോ, അതല്ലേ നിൻ്റെ മിടുക്ക് എന്ന് പറയും. പൊന്നു മോളെ, നിൻ്റെ അമ്മ പോയേന് നീ എന്നോട് വഴക്കിട്ടിട്ട് ഒരു കാര്യമില്ല, നീ ചെന്നും കഴിഞ്ഞിട്ട് നിൻ്റെ അച്ഛനോട് സംസാരിക്കും, അല്ലെങ്കിൽ നിൻ്റെ അമ്മനോട് സംസാരിക്കുക. അച്ഛൻ ഇങ്ങനെ ആയതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, നിൻ്റെ അമ്മ ശരിയാണോ എന്ന് ചോദിക്കും, നിൻ്റെ അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കും, അപ്പം നിനക്ക് ഉത്തരം കിട്ടുമെന്ന് പറയും. അമ്മയുടെ മറുപടിയിൽ നിനക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബബിതര നാവ് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ് നമ്മുടെ അലീന. അപ്പോൾ അവിടെ ചെന്നിട്ട് മുത്തശ്ശി മാഡം പോയി എന്ന് പറയും. ഇങ്ങോട്ട് അറിയില്ല, പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് പോയെന്ന് പറഞ്ഞേ. അപ്പോൾ അവൾ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് പറയും. ബാലേന്ദ്ര സാറ് ഞാൻ പോകാണ്ട് വരില്ല എന്നാണ് പറഞ്ഞതെന്ന് ബബിത പറഞ്ഞു. മോളെ, ഞാൻ പോയ ബാലേന്ദ്ര സാർ ഈ വീട് പൂട്ടി താക്കോലും കൊണ്ട് പോകും, എല്ലാവരെയും പുറത്താക്കിയിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു എന്ന് പറയും.
കുഞ്ഞിരാമേട്ടനോട് ഒരു വാക്ക് പോലും എതിർത്ത് പറയാണ്ട് ജീവിച്ച ഞാൻ ഇവള് ബാലചന്ദ്രനോട് വഴക്കിന് അങ്ങോട്ട് ചെല്ലണ്. ഇതെന്ത് കഥ എന്ന് പറയും. പറയാണ്ട് പോയാലോ കുഞ്ഞെ നീ എന്ന് ചോദിക്കും. ഞാനങ്ങനെ പറയാണ്ട് പോയിട്ട് എന്ത് കാര്യം മുത്തശ്ശി, ഇവിടെ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവാൻ പോകണമെന്ന് പറയും. എന്തായാലും മാഡം വന്നില്ലെങ്കിൽ ഞാൻ പറയാണ്ട് തന്നെ പോകുമെന്ന് പറയുന്നു. കുറച്ചൊക്കെ മാഡത്തിനൊന്ന് ഒതുങ്ങാ. അവനാൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവും. അല്ലാണ്ട് ഇപ്പം ഇത്രയും നാളില്ലാത്തൊരു പ്രശ്നം നമ്മുടെ സാറ് ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു കഴമ്പുണ്ടെന്ന് ചിന്തിക്കാനുള്ള ബോധം കൂടി മാഡത്തിന് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു. അങ്ങനെ സൗദാമിനി മുത്തശ്ശി. പിന്നെ കാണിക്കുന്നത് ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കെടുക്കണ് വൈജയന്തി. അപ്പോൾ ആ സമയത്ത് മാനേജർ വിളിക്കുന്നുണ്ട്. അപ്പോൾ ദേഷ്യപ്പെട്ട് ഫോൺ അവിടെ വയ്ക്കും. എന്നിട്ട് പിന്നെ അങ്ങോട്ട് എത്തുന്നു, അതായത് കൊല്ലപ്പള്ളിയിലെത്തി. അപ്പോൾ കോണിയും ബെല്ലടി കേട്ടപ്പോൾ കമല വന്ന് വാലോർക്കുമ്പോൾ പെട്ടിയും ഒക്കെ ആയിട്ട് വാണ്ടക്കെട്ടൊക്കെ ആയിട്ട് നിൽക്കണ വൈജയന്തിയെ കണ്ടോടുകൂടി കമലയുടെ മുഖം കറക്കും. എന്നാലും ആ വൈജയ നീ എന്ത് ഈ നേരത്ത് എന്ന് ചോദിക്കും. എൻ്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് വല്ല നേരവും കാലം നോക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇത് എനിക്കും കൂടി അവകാശപ്പെട്ട വീടാണെന്ന് പറഞ്ഞ്, നിന്നോട് ഞാൻ അതിനൊന്നും പറഞ്ഞില്ലല്ലോ, എപ്പോൾ വന്ന് എന്ത് ഈ നേരത്ത് എന്നല്ല ചോദിച്ചുള്ളൂ എന്ന് പറയും. അങ്ങനെ അകത്തേക്ക് കയറി പോകും വൈജയന്തി. ഞാനിനി അവിടെ നിൽക്കില്ല, ഞാൻ തീരുമാനിച്ച് ശിവേണ്ണോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നേന്ന് പറയും. ആണോ, എന്നോടൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അപ്പോൾ അന്ന് മനു പറഞ്ഞല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടു ചെന്നന്ന് ബാലേന്ദ്രൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പ്രശ്നം ബാലേന്ദ്രനല്ല നിനക്കാണെന്നുള്ള അവൻ പറഞ്ഞതേ. അവൻ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കും. കുറ്റി നോക്കി 2 അടി ആൻറ്റിക്ക് കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്ന് അവൻ അങ്ങനെ പറയും. കാരണം അവൻ അവളെ കൂട്ടല്ലേ. അവനൊരു വാക്ക് അവളോട് പോകാൻ പറഞ്ഞ് ഇവിടെ നിൽക്കണ്ട പോകാൻ പറഞ്ഞ് അവൾ പോകും. അത് പറയില്ലല്ലോ. അവളുടെ അവൻ്റെ മനസ്സിൽ മുഴുവൻ അവളല്ലേ. കണ്ണും കലാശവും കാണിച്ച് അവൾ മയക്കിയെടുത്ത്. അല്ലെങ്കിൽ ആൻറ്റി എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, ചെക്കനായിരുന്നു. ഇപ്പം അവൻ എന്നെ കണ്ടൂടാ, ബാലേന്ദ്രൻ മതി, അലീന മതി എന്നൊക്കെ പറയും. അപ്പം നിൻ്റെ ഗംഗേട്ടൻ വന്നു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പോയതല്ലേ. പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന എന്ത്, എൻ്റെ കരണത്തടിച്ച് എൻ്റെ മക്കളുടെ മുന്നിൽ വെച്ച് അസഭ്യം വിളിച്ച് പറഞ്ഞു പോയതോ, അതാണ് ഇപ്പം എനിക്ക് ഏറ്റവും വിനയായത്. ഇങ്ങനൊരു ചതി എന്നോട് ഗംഗേട്ടൻ ചെയ്യുന്നു വിചാരിച്ചില്ല എന്ന് പറയും. നീ സമാധാനപ്പെടും, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഗംഗേട്ടൻ എന്തായാലും നേരിൻ്റെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് പറയും. എന്നുവെച്ചാൽ ഞാൻ നേരല്ലെന്നോന്നോ എന്ന് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ നേരല്ലല്ലോ ഗംഗേട്ടൻ്റെ നേരെന്ന് പറയും. അങ്ങനെ വൈജയന്തിനെയും നമ്മുടെ കമലനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് സഹോദരൻ വരുന്നതാണ്, രാജീവൻ വരുന്നുണ്ട്. നല്ല മാസമായിട്ട് ഇറങ്ങി വരുന്നത് നമ്മുടെ കുടുംബോളക്കിലെ ശ്രീയാണ്. അദ്ദേഹം വന്നിട്ട് അപ്പോൾ കമലടുത്തി പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രാജീവ എങ്ങനെയെങ്കിലും ഇവരെ പ്രശ്നങ്ങളൊന്നും അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തിന് ഞാൻ തയ്യാറാണ്, അത് രണ്ടില്ലെന്ന് അറിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ, കൊല്ലണോ എന്ന് ചോദിക്കും. കൊല്ലാനും ഞാൻ റെഡിന്ന് പറയും. കൊല്ലൊന്നും വേണ്ട, എത്രയായാലും വൈദ്യരെ കെട്ടിയവനല്ലേ, അങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് പറയും. അതേസമയം തന്നെ പിന്നെ നാൻസി നമ്മുടെ രേവതിക്കുട്ടിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, മധുരയിൽ നിന്ന് ഷെറിയും വന്നപ്പോൾ കുഞ്ഞില്ലാന്നല്ലേ നമ്മൾ വിചാരിച്ചത്, കുഞ്ഞുണ്ടായിരുന്നു എന്ന് പറയേ. എന്നിട്ട് ആ കുഞ്ഞ് ഇങ്ങോട്ട് പോയി എന്ന് ചോദിക്കും. അതറിയില്ല, എന്തായാലും കുഞ്ഞിനോട് കൂടി തന്നെയാണ് ഷെറിൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെയും പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.